അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂളിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ 400 പേർ കൊല്ലപ്പെട്ടെന്ന് അറിയിച്ചിരിക്കുകയാണ് താലിബാൻ വക്താവ്. 250ഓളം പേർക്ക് പരിക്കേറ്റു. പ്രാദേശിക സമയം ഇന്നലെ രാത്രി 9 മണിയോടെയാണ് ആശുപത്രിക്ക് നേരെ വ്യോമാക്രമണമുണ്ടായത്. ലഹരിക്കടിമയായവരെ ചികിത്സിക്കുന്ന 2000 കിടക്കകളുള്ള ആശുപത്രിയുടെ വലിയൊരു ഭാഗം തകർന്നെന്ന് അഫ്ഗാനിസ്ഥാനിലെ സർക്കാർ വക്താവ് ഹംദുള്ള ഫിത്രത്ത് പറഞ്ഞു. അതേസമയം അഫ്ഗാൻ സർക്കാരിന്റെ ആരോപണങ്ങൾ പാകിസ്ഥാൻ നിഷേധിക്കുകയും ചെയ്തു. കാബൂളിലെ ഒരു ആശുപത്രിയും ലക്ഷ്യമിട്ടിട്ടില്ലെന്നാണ് അവകാശവാദം. എന്നാൽ ആക്രമണത്തെ അപലപിച്ച അഫ്ഗാൻ സർക്കാർ വക്താവ് സബിഹുള്ള മുജാഹിദ് പാകിസ്ഥാൻ ആശുപത്രികളെയും സാധാരണ ജനങ്ങളെയും ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തുന്നതെന്ന് ആരോപിച്ചു. പാകിസ്ഥാൻ സൈനിക ഭരണകൂടം വീണ്ടും അഫ്ഗാനിസ്ഥാന്റെ വ്യോമാതിർത്തി ലംഘിച്ചെന്ന് സഹിബുള്ള മുജാഹിദ് പ്രതികരിച്ചിരുന്നു. പാകിസ്ഥാൻ കാബൂളിലെ ലഹരി പുനരധിവാസ ആശുപത്രിയെ ലക്ഷ്യം വെച്ച് രോഗികളെ കൊലപ്പെടുത്തി. ഈ കുറ്റകൃത്യത്തെ ശക്തമായി അപലപിക്കുന്നു. അത്തരമൊരു പ്രവൃത്തി മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമാണെന്നും അദ്ദേഹം വിമർശിച്ചു. അതേസമയം കാബൂളിലെയും കിഴക്കൻ പ്രവിശ്യയായ നങ്കഹറിലെയും സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ സൈന്യം വ്യോമാക്രമണം നടത്തിയതായി പാക് വാർത്താവിതരണ മന്ത്രി അത്തൌല തരാർ പറഞ്ഞു. കാബൂളിലെ ആയുധ സംഭരണ കേന്ദ്രം തകർത്തെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. താലിബാൻ ഭരണകൂടം ഭീകര സംഘടനകളെ പിന്തുണയ്ക്കാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളെ മാത്രമാണ് ലക്ഷ്യം വെച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലെ സുരക്ഷാ സ്ഥിതി അതിവേഗം വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ സൈനിക നടപടികളും വരുന്നത്. ഇരുപക്ഷവും അടുത്ത ദിവസങ്ങളിൽ പരസ്പരം ആരോപണങ്ങളും പ്രതികാര ആക്രമണങ്ങളും നടത്തി ദീർഘനാളായി നിലനിൽക്കുന്ന സംഘർഷങ്ങൾ കൂടുതൽ വിശാലമായ ഏറ്റുമുട്ടലിലേക്ക് നയിച്ചേക്കാമെന്ന ആശങ്കയാണ് ഇപ്പോൾ ലോകത്ത് ഉയരുന്നത്. വെള്ളിയാഴ്ച രാത്രി പാകിസ്ഥാൻ പ്രദേശത്തുടനീളം 3 സ്ഥലങ്ങളിൽ അഫ്ഗാനിസ്ഥാൻ അടിസ്ഥാന ഡ്രോണുകൾ വിക്ഷേപിച്ചുവെന്ന പാകിസ്ഥാന്റെ ആരോപണവും ഉണ്ടായിരുന്നു. കൊറ്റയിൽ 2 കുട്ടികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്ക് പരിക്കേറ്റെങ്കിലും ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് ഡ്രോണുകൾ തടഞ്ഞുവെന്ന് പാകിസ്ഥാൻ അധികൃതർ പറഞ്ഞു. പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി ഡ്രോൺ ആക്രമണങ്ങളെ അപലപിക്കുകയും അഫ്ഗാനിസ്ഥാൻ നമ്മുടെ സാധാരണക്കാരെ ലക്ഷ്യമിടാൻ ശ്രമിച്ചുകൊണ്ട് ചുവപ്പ് രേഖ ലംഘിച്ചു എന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഈ ആഴ്ച ആദ്യം കാബൂൾ, പക്തിയ, കാണ്ഡഹാർ പ്രവിശ്യകളിലായി 70ഓളം തീവ്രവാദ ബന്ധമുള്ള കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ ആക്രമിച്ചതായി തരാർ പറഞ്ഞു. ഇതിൽ പാകിസ്ഥാൻ സിവിലിയന്മാർക്കെതിരായ ആക്രമണങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്ന് കരുതുന്ന ലോജിസ്റ്റിക് ബേസുകളും പരിശീലന ക്യാമ്പുകളും ഉൾപ്പെടുന്നുണ്ട്. അതിർത്തി കടന്നുള്ള പോരാട്ടം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മാസങ്ങളിലെ ഏറ്റവും ഗുരുതരമായ സംഘർഷാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം ഫെബ്രുവരി 26-നും മാർച്ച് 5-നും ഇടയിൽ മാത്രം അഫ്ഗാനിസ്ഥാനിൽ കുറഞ്ഞത് 185 സിവിലിയൻ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ 56 പേർ പരോക്ഷമായ വെടിവെപ്പിലും വ്യോമാക്രമണത്തിലുമാണ് കൊല്ലപ്പെട്ടത്. പോരാട്ടം കാരണം ഏകദേശം 1,10,000 ആളുകൾ വീടുകൾ വിട്ട് പലായനം ചെയ്യാൻ നിർബന്ധിതരായിട്ടുണ്ടെന്ന് UN അഭയാർത്ഥി ഏജൻസി കണക്കാക്കുന്നു. അഫ്ഗാനിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ, താലിബാൻ, ബലോച്ച് വിഘടനവാദികൾ എന്നിവർക്ക് അഫ്ഗാൻ സർക്കാർ സഹായം നൽകുന്നുവെന്നാണ് പാകിസ്ഥാന്റെ പ്രധാന ആരോപണം. എന്നാൽ അഫ്ഗാനിസ്ഥാൻ ഇത് നിഷേധിക്കുന്നുമുണ്ട്. അതിർത്തിയിലെ സാഹചര്യം ഒരു തുറന്ന യുദ്ധത്തിന് സമാനമാണെന്നാണ് ഇസ്ലാമാബാദ് വിശേഷിപ്പിച്ചത്. ഫെബ്രുവരി അവസാന വാരം തുടങ്ങിയ ഈ പോരാട്ടം ഒക്ടോബറിൽ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാറിനെ അപ്രസക്തമാക്കിയിരിക്കുകയാണ്. ആശുപത്രികൾ പോലുള്ള സിവിലിയൻ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകൾക്കും കാരണമായിട്ടുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഉൾപ്പെടെയുള്ള സംഘടനകൾ സംഭവത്തിൽ അടിയന്തര അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.